അങ്ങനെ കളയാൻ പറ്റൂല. ബിജി ദേഷ്യം വേണ്ട, അയ്യോ ഒന്ന് പാത്താ പോലെ ഇരിക്കാം. നല്ല കോലുമിഠായി തിന്നതാട്ടാ, ഭയങ്കര പുളിപ്പ്. അത് തിന്നാനും തോന്നിയില്ല, പതിക്കാൻ നിർത്തി ഞാൻ. കോലുമുട്ടയല്ല മുട്ടായി. പുളിപ്പും പുളിപ്പ്, ചെറിയൊരു ഉപ്പ്, ചെറിയൊരു ചവർപ്പും. അത് ഞാൻ പറയുന്നത് കാട്ടിക്കളത്തി. അപ്സര, ഞാൻ വളരെ ലേറ്റായി പോയി. വന്നപ്പോൾ ചേച്ചിയുടെ തലയിൽ മുട്ട. കുണ്ടിമേലല്ല മുട്ട അല്ലേ, തലേമയല്ലേ? ഹായ് ചേച്ചി. മയിലേ ചേച്ചി, എനിക്കത് 34 വയസ്സാ. അല്ലടാ, നീങ്ക മിഠായില്ല, പാകിസ്ഥാനി മിഠായിരുന്നു. അയ്യോ, എനിക്ക് പാകിസ്ഥാനിയുടെ മിഠായി തിന്ന മടുക്കേയില്ല. നല്ല മിഠായി. നീഗ്രം മിഠായി ആ നിന്റെ അമ്മയുടെ വായിൽ വെച്ച് കൊടുക്ക. ചെല്ലും, അമ്മയ്ക്ക് ഇഷ്ടമാണ് നീഗ്രം. നിന്നെ നൊന്ത് പ്രസവിച്ച നിന്റെ ഉമ്മയോട് പറ, ഉമ്മ കുഞ്ഞു നിൽക്ക്, നീഗ്രോനെ വിളിച്ചിട്ട് നീഗ്രോനെ കൊണ്ടുപോയി നിങ്ങളുടെ ഉമ്മയുടെ വായിൽ വെച്ച് കൊടുക്കും. മമ്മി അങ്ങ് തിന്നട്ടെ. നല്ല രസം ആണോ? ആഹാ, ഈ തെറി കേൾക്കുന്നോ? ഇവന്മാർക്ക് ആൻറ്റീമ കുലുക്കി കളിയാനാ. എന്താ ഉണ്ട്, സുഖമല്ലേ? ഇല്ല, സുഖം വരുമ്പോ ഞാൻ അറിയിക്കാം. ഇപ്പൊ സുഖമില്ല. കിട്ടിയോ വിട്ടോ? അമ്മമാരെ കേൾപ്പിക്കാൻ വേണ്ടി വരുന്ന മൈനന്മാരാണ് ഇതെല്ലാം. എടാ, സ്വന്തം നൊന്ത് പ്രസവിച്ച ആ തള്ളമാർ എവിടെയെങ്കിലും പോട്ടേടോ. നീയൊക്കെ നിന്റെ തള്ളേനെ വിളിപ്പിച്ചിട്ട് നീയൊക്കെ അടങ്ങും. നല്ല മറുപടി. ഇവന്മാർക്ക് വേറെ പണി, അവന്മാർക്ക് ഉണ്ണ ഒന്നുമ്പോൾ എൻ്റെ ലെവലിൽ വരും. ചേച്ചി തേങ്ങ പൊതിക്കാമോ? നീഗ്രം മിഠായിയാണോ നല്ലത്, പാകിസ്ഥാൻ മിഠായിയാണോ നല്ലത്? അന്ന് അവൻ്റെ ഇവിടെ ഒന്നിനും കൊള്ളയില്ല, വളഞ്ഞിരിക്കുക, പുഴു പിടിച്ച്. കൊള്ളാമോ? പാകിസ്ഥാൻ ഓക്കെയാണോ? നിന്നേക്കാളും ഭേദമുണ്ട്. ബുടി, ഹായ് ചേച്ചി, സുഖമാണോ? സുഖം കുറവാ, എന്തി തരുന്നോ? എടാ കടന്നു. അയ്യോ ചേച്ചി, അവരെ വിട്, ചോറ് കഴിച്ചോ? ഇല്ല മോളെ, ഞാൻ നല്ല തേനിലാവ് കഴിച്ചു. തേനിലാവ്, നല്ല തേനൊഴുകുന്ന PM മെസ്സേജ് അയക്കുമോ? ഞാൻ എപ്പോഴേ അയച്ചു മോനെ. വേറെ ടോപ്പിക്ക് ഇടൂ, അത് വിട്. ഉണ്ടാ ബിജി, ഇതൊക്കെ വീട് പണി തുടങ്ങിയോ? ആ വീട് പണി 2ാം നിലയുടെ മേൽവശം കഴിഞ്ഞു, ഒരു റൂം കൂടെ വാർക്കാൻ്റെ. റോസ് അല്ലാതെ വേറെ ഒന്നും അറിയില്ലാതാ. നാളെ എനിക്കടിച്ച ചേട്ടൻ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയാ, ചേട്ടൻ ഈ വിജീനെ വിട്ടിട്ട് നല്ല ചേച്ചിയാണല്ലോ, നല്ല ഗ്ലാമറുള്ള പെൺകുട്ടിയാന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഇട്ടിട്ട് പോവാനല്ലേ? അല്ലേ? എനിക്ക് പേടിയാ സിബിൻ ചേട്ടാ. സിബിൻ ചേട്ടന് ഞാൻ PM മെസ്സേജ് ഇട്ടു. ഞാൻ ചേട്ടൻ്റെ മുത്തേന്ന് വിളിച്ചു. ഞാൻ ചിലപ്പോൾ നമ്പറൊക്കെ തന്നു കൊഞ്ചും പിടിക്കുകയൊക്കെ ചെയ്യും. നാളെ ഒരു പെണ്ണ് വന്നിട്ട് സിബിൻ ചേട്ടനെ ഫോളോ ചെയ്ത് തന്നെ ചേട്ടൻ എന്തായാലും ഫ്രണ്ടാക്കും. പിന്നെ ചിലപ്പോൾ അവൾ നല്ല തേനിലാവും, ചിലപ്പോൾ മുകിലും. പിന്നെ ചേട്ടൻ എന്നെ ഇട്ടിട്ട് പോകും. എന്തിനാട്ടാ? ഞാൻ പാവും. ചേട്ടന് പോവില്ലെന്ന് എന്ത് ഉറപ്പ്? പോവില്ലയോ? എന്നാൽ ഞാൻ ഇപ്പം ഫോളോ ബാക്ക് ചെയ്യും. സീരിയസ്ലി ഞാൻ പഠിപ്പിച്ചുതരാം. ചേട്ടൻ വേറൊരു പെണ്ണ് വന്ന ചേട്ടൻ എന്നെ വിട്ടു പോവോ ഇല്ലയോ? അത് വാ. അല്ല അശോഭ ചേച്ചി, ഏതെങ്കിലും പൈക്കണ്ണ് എന്നെക്കാളും കുറച്ച് ബാക്കും ഫ്രണ്ടുള്ള പോകില്ല? ഷുവർ? സത്യം? പോയാൽ ഞാൻ എന്ത് ചെയ്യണം? ചേട്ടൻ എന്നെ വിട്ടുപോയാൽ ഞാൻ എന്ത് ചെയ്യണം? ചേട്ടനെ നോക്കട്ടെ ആദ്യം. വാവ്, നല്ല പെൺകുട്ടികൾ. ചേട്ടനെ ഞാൻ ഫോളോ ബാക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. പഠിപ്പിച്ചു തരാം ഞാൻ. ഫോളോ ബാക്ക് ഞാൻ ചെയ്യാം. ഒരു 2 കളിയിൽ ജയിപ്പിച്ചൊരു വണിക്കാക്ക്, ഞങ്ങൾക്ക് ഫോളോ ബാക്ക് ചെയ്യാം. ഒരു വണിക്കാക്കി തന്നെ ഞാൻ ഫോളോ ബാക്ക് തീർച്ചയായിട്ടും ചെയ്യും. ഞാൻ ഗെയിം എടുക്കട്ടെ. ഒരു ഗെയിം എടുത്താൽ ചേട്ടൻ എനിക്കൊരു വണിക്ക തരുമോ? ഇപ്പം ഫോളോ ബാക്ക് ചെയ്യും. എനിക്കൊരു വണിക്ക അടിച്ചു തരുമോ? പറ, അടിച്ചു തരുമോ സെബിൻ ചേട്ടാ? ലുക്കിൽ എന്ത് കാര്യം മോളെ? സ്നേഹിക്കാൻ നല്ല മനസ്സിലാണ് കാര്യം. ലുക്കിലെന്ത്? സ്നേഹിക്കാൻ നല്ല മനസ്സുണ്ടോ? അതാണ് വലിയ കാര്യം. ലുക്ക് നോക്കി പോയി കഴിഞ്ഞാൽ അവന്മാരെ കൊണ്ടാ കൊള്ളത്തില്ല. ലുക്ക് നോക്കാണ്ട് പോയി നോക്കിയാൽ നല്ല വലിപ്പമുള്ള സാമാനായിരിക്കും. ബിഗ് മനസ്സ്.
മനസ്സിലായോ? നല്ലത് നല്ലത് നോക്കി ഒരിക്കലും പോരുത്. താഴത്തെ സാധനം കൊള്ളൂലായിരിക്കും. നമ്മൾ കൊള്ളൂലാത്ത തന്നെ പ്രണയിച്ച് നോക്കിയേ, അവൻ്റെ സാധനം അടിപൊളിയായിരിക്കും. എനിക്കറിയില്ല മുത്തേ ഇങ്ങനെ ആണു എന്ന്. അതേ കാര്യങ്ങൾ പറഞ്ഞാൽ അല്ലേ പറ്റുവതാ. അതായത് ചേട്ടൻ എൻ്റെ വാട്സപ്പ് നമ്പർ തരാം, ഒരു ഹായ് വിടി, ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇപ്പം തന്നെ റെക്കോർഡ് എടുത്ത് കാണിച്ചു തരാം എങ്ങനെയാണെന്ന് റീചാർജ് ചെയ്യുക, ഞാൻ പഠിപ്പിച്ചു തരാം. വാ, നമ്പറിൽ ഹായ് വിട്. ചേട്ടൻ എൻ്റെ ആയാൽ പിന്നെ ചേട്ടനെ ഞാൻ ആഹാ എൻ്റെ പഴയ പണി ഞാൻ ചെയ്യും. ഹലോ ചേട്ടാ, മുത്തേ, ഓഹോ ചേട്ടാ ഉറങ്ങിയോ? ഉറങ്ങല്ലേ, ഒരു ഉമ്മ. വാട്സപ്പിൽ ഹായ് വിട്ടു. മൂടാക്കല്ലേ വിട്ടോ? ആരോ ഹായ് വിട്ടു. ബിജി ചേച്ചി എൻ്റെ വിടാൻ ഡിക്ക് പോയിട്ട് എന്ത് വാട്സപ്പിൽ ഹായ് വിട്ടു. ജിബിൻ ചേട്ടാ, നീ ജിബിൻ ചേട്ടൻ്റെ PM ആരെങ്കിലും എന്നെ കുറിച്ച് പോയിന്ന് ഞാൻ അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ, എന്നെ കുറിച്ച് ബാഡ് ഞാൻ പറഞ്ഞറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തീർന്നു. നന്നായി. നെയ്റ്റി എല്ലാം പോയി. നെയ്റ്റി പോയിട്ട് ഒരു മെനിയില്ല. അയാൾ ഓടി. ആ ചേട്ടൻ പോയെന്ന് തോന്നുന്നു. നമ്മളിലേക്ക് ഒരു കായ് വിടാൻ പറഞ്ഞപ്പോൾ ആ ചേട്ടൻ പോയി. കണ്ടോ, അങ്ങനെ ഒരാളും കൂടെ പോയി കിട്ടി. ആ ചേട്ടന് നല്ല സ്നേഹം എന്താണെന്ന് അറിയില്ലടോ. ആ ചേട്ടൻ പോയി. ചേച്ചി ഒന്ന് ലൈക്ക് അടിക്കി എന്തുട്ടിന് പ്ലീസ്, സോ ബ്യൂട്ടിഫുൾ. അങ്ങനെ സിബിച്ചേട്ടൻ പോയി കിട്ടി. ആ പോകുന്നതൊക്കെ പോട്ടേട്ടാ, നമുക്ക് ആരും വേണ്ട, ആരെങ്കിലൊക്കെ വരും. അങ്ങനെ വന്ന ചരിത്രമല്ലേ ഉള്ളൂ അശ്വ ചേച്ചി, അല്ലേ? എന്നെ ആര് സപ്പോർട്ടാക്കുന്നോ? ഞാൻ ഡെയിലി വീഡിയോ കോൾ ചെയ്യും. സീരിയസ്ലി നല്ല നല്ല കമ്പിക്കഥകൾ പറഞ്ഞു തരും. കമ്പിക്കഥ ചാറ്റും. ഇന്ന് ഞാൻ കിടത്തട്ടെ, ഞാൻ വരട്ടെ, മുത്തേ കേടാ അങ്ങോട്ട്. എന്നെ സപ്പോർട്ടാക്കുന്ന ആരാണോ അവർക്ക് എല്ലാ ദിവസവും നല്ല കമ്പിക്കഥയായിരിക്കും. പിന്നെ നിങ്ങൾ വരാം, യു ആർ നമ്പർ പോയി സപ്പോർട്ട് ചെയ്യും. സപ്പോർട്ട് ചെയ്തിട്ട് നിങ്ങൾ ഒരു 2 ദിവസം നോക്കുക, നല്ല അസല് കമ്പിക്കഥയാണ്. ഫുൾ സപ്പോർട്ട് തെണ്ടി മൈരെ. ഇപ്പോൾ ശരിക്കും നീ ഈ ഡ്രസ്സ് അയക്കാറില്ലേ? ഇല്ല, കുളിക്കാറില്ല. നെയ്റ്റ് ലൂസാണല്ലോ. നെയ്റ്റ് ലൂസോ? കുറച്ച് ലൂസ്.